സംസ്ഥാനത്തെ +2 മാർക്ക് ലിസ്റ്റുകളിൽ പിഴവ് കണ്ടെത്തിയതിൽ അന്വേഷണം എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് ഇന്നത്തെ വലിയ വാർത്ത. ഇക്കഴിഞ്ഞ അധ്യയന വർഷം പഠനം പൂർത്തിയാക്കിയ 30,000-ഓളം വിദ്യാർത്ഥികളുടെ ലിസ്റ്റുകളിലായിരുന്നു ഈ പിഴവ്. വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും റിപ്പോർട്ട് ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ല. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് കാണാം. ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. ഈ അധ്യയന വർഷം +2 പരീക്ഷ പൂർത്തിയാക്കിയ 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളിൽ 30,000-ഓളം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകളിലാണ് പിഴവ് കണ്ടെത്തിയത്. സർട്ടിഫിക്കറ്റിൽ 4ാമതായി വരുന്ന വിഷയത്തിലെ 1ഉം 2ഉം വർഷ മാർക്കുകളിൽ വ്യത്യസ്ത മാർക്ക് ലഭിച്ചവരാണ് പ്രതിസന്ധി നേരിട്ടത്. ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ സംഭവത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗം അക്കാദമിക് ജോയിന്റ് ഡയറക്ടർ, സംസ്ഥാന IT സെൽ പ്രതിനിധി, സർക്കാർ പ്രസ് പ്രതിനിധി എന്നിവർ അടങ്ങുന്ന സമിതിക്ക് അന്വേഷണ ചുമതല നൽകി. ജൂൺ 24-ന് അന്വേഷണം പ്രഖ്യാപിച്ച സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചോ എന്ന ചോദ്യത്തിന് ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗത്തിന്റെ മറുപടി വിഷയം സർക്കാർ തലത്തിൽ നടന്നുവരുന്നു എന്നാണ്. അതീവ രഹസ്യ സ്വഭാവമുള്ളതാണ് വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റ് അച്ചടി. ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം തയ്യാറാക്കുന്ന മാർക്ക് ലിസ്റ്റുകൾ ടെൻഡർ നേടിയ സ്ഥാപനത്തിന് കൈമാറും. ഇവരാണ് പിന്നീട് അച്ചടിക്ക് ശേഷം വിദ്യാഭ്യാസ വകുപ്പിന് സർട്ടിഫിക്കറ്റുകൾ കൈമാറുന്നത്. മിക്കവാറും സംസ്ഥാനത്തിന് പുറത്തുള്ള കരാറുകാരാണ് അച്ചടിക്കാർ. സോഫ്റ്റ്വെയർ വീഴ്ചയാണെന്നാണ് വകുപ്പ് പ്രാഥമികമായി നൽകിയ മറുപടി. എന്നാൽ ദിവസം 60 പിന്നിട്ടിട്ടും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കരാറുകാരുടെ ഓഫീസിലെത്തി പരിശോധിക്കണമെന്നാണ് ചുമതലയുള്ള അക്കാദമിക് ജോയിന്റ് ഡയറക്ടറുടെ വിശദീകരണം. കുറച്ചൊരു തിരക്കായതുകൊണ്ട് നമ്മൾ അന്വേഷിക്കാൻ അവിടെ പോയി അന്വേഷിക്കണം. അതുകൊണ്ടാണ് ചെറിയൊരു ഇതിലാണ് അന്വേഷിച്ചുടനെ റിപ്പോർട്ട് കൊടുക്കും. പിഴവ് സംഭവിച്ച സർട്ടിഫിക്കറ്റുകളെല്ലാം സമയബന്ധിതമായി വിദ്യാർത്ഥികൾക്ക് മാറ്റി നൽകാൻ വകുപ്പിന് കഴിഞ്ഞു. പക്ഷേ ആ വേഗത അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനോ കുറ്റക്കാരായ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാനോ ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം.